5, 4, 3, 2, 1. വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ. പതിനായിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകി നാടിന്റെ അഭിമാനമായി വളർന്നു നിൽക്കുന്ന വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂൾ വിദ്യാദാനത്തിന്റെ 70 വർഷം പിന്നിട്ട് മികവിന്റെ കേന്ദ്രമായി തലയുയർത്തി നിൽക്കുന്നു. അക്കാദമിക രംഗത്തും അടിസ്ഥാന സൗകര്യ വികസനത്തിലും കലാകായിക ശാസ്ത്രമേളകളിലും മികവോടെ മുന്നേറി സമസ്ത മേഖലകളിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പുകൾ കരസ്ഥമാക്കി നിരവധി ദേശീയ അംഗീകാരങ്ങൾ വരെ നേടി വേനപ്പാറ യു പി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരം കൈവരിച്ചിരിക്കുന്നു. 70ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കൂടുതൽ മികവുകളിലേക്ക് കുതിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വിദ്യാലയം. അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയരുന്ന കവാടം. 70ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 10 ലക്ഷത്തിലേറെ രൂപ മുടക്കി വിദ്യാലയവുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാം സഹകരണത്തോടെ നിർമ്മിക്കുന്ന പുതിയ കവാടത്തിന്റെ നിർമ്മാണം അതിവേഗം പൂർത്തിയായി വരുന്നു. സംസ്ഥാന പാതയുടെ നിർമ്മാണവും പൂർത്തിയാവുന്നതോടെ മികച്ചൊരു കാഴ്ച സ്കൂളിനും നാടിനും കൈവരും. വിശാലമായൊരു ഗ്രൗണ്ട്, 200 മീറ്റർ ട്രാക്ക് ഇടാൻ കഴിയുന്ന വളരെ മികച്ചൊരു കളിസ്ഥലം സ്കൂൾ മാനേജ്മെന്റിന്റെ സഹായത്തോടെ നിർമ്മിക്കാനൊരുങ്ങുകയാണ് വിദ്യാലയം. 70ാം വാർഷികാഘോഷ വർഷത്തിലെ നേട്ടങ്ങൾ അതിഗംഭീരം. ഉപജില്ല യു പി കലാകിരീടം തുടർച്ചയായ 2ാം വർഷവും നേടിയെടുത്ത വിദ്യാലയം സംസ്കൃതോത്സവത്തിലും പ്രവൃത്തി പരിചയമേളയിലും ആദ്യമായി ഓവറോൾ കിരീടം സ്വന്തമാക്കി. കായികമേളയിൽ നഗരസഭാ തലത്തിൽ തുടർച്ചയായ 3ാം വർഷവും സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയ LFUPS ഉപജില്ലാ കായികമേളയിൽ ആദ്യമായി ഓവറോൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു. ഇതോടെ കലാകായിക ശാസ്ത്രമേളകളിൽ എല്ലാ മേഖലകളിലും ഏറ്റവും മികച്ച വിജയം നേടിയ ഏക വിദ്യാലയമായി വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂൾ വളർന്നിരിക്കുന്നു. ഉജ്ജ്വല ബാല്യം സംസ്ഥാന പുരസ്കാരം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കവയിത്രിക്കുള്ള അംഗീകാരം നേടിയ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി ആജ്ഞായാമിക്ക് ലഭിച്ച ഉജ്ജ്വല ബാല്യം സംസ്ഥാന പുരസ്കാരം വിദ്യാലയത്തെ കൂടുതൽ പ്രശസ്തമാക്കുന്നു. ടാലന്റ് ലാബ്. വേനപ്പാറ ലിറ്റിൽ ഫ്ലവറിലെ കുട്ടികളുടെ വിവിധങ്ങളായ സർഗവാസനകൾ പരിപോഷിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ആരംഭിച്ച ടാലന്റ് ലാബ് പദ്ധതി പ്രകാരം വിദഗ്ധരായ പരിശീലകരുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ, ചിത്രകല, സംഗീതം, ഡാൻസ്, അബാക്കസ്, കരാട്ടെ, ചെസ്, ക്യാരംസ്, യോഗ എന്നിവയിൽ വിദഗ്ധരായവരുടെ നേതൃത്വത്തിൽ പരിശീലനങ്ങൾ ആരംഭിച്ചു. ടാലന്റ് ലാബിന്റെ ഉദ്ഘാടനം കുന്നമംഗലം BPC ശ്രീ മനോജ് കുമാർ നിർവഹിച്ചു. ജൈവ വൈവിധ്യ ഉദ്യാനം. 20 സെന്റ് സ്ഥലത്ത് ജൈവ വൈവിധ്യ പാർക്കും ഗണിത പാർക്കും വിദ്യാവനവും ഒരുക്കി മികച്ച മാതൃക സൃഷ്ടിക്കാൻ വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂളിന് സാധിച്ചിരിക്കുന്നു. ക്ലാസ് മുറികൾക്ക് പുറത്ത് 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഒന്നിച്ചിരുന്ന പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്ന ഈ മനോഹര ഇടം ഒരു സംസ്ഥാന മാതൃകയായി മാറും. ജൈവ കൃഷി. വിദ്യാർത്ഥികളിൽ കാർഷികാഭിമുഖ്യം വളർത്തുന്നതിനായി വിഷമില്ലാത്ത പച്ചക്കറി വീട്ടിലും വിദ്യാലയത്തിലും എന്ന സ്കൂൾ പദ്ധതി പ്രകാരം വിദ്യാലയാങ്കണത്തിൽ ജൂൺ മുതൽ ഇന്നോളം വിവിധ ഇനം പച്ചക്കറികളും മറ്റും മികച്ച രീതിയിൽ വിളവെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുക്കം ഉപജില്ലയിലെ ഏറ്റവും മികച്ച കൃഷിയിടമൊരുക്കിയ വിദ്യാലയത്തിനുള്ള അംഗീകാരവും ഈ വർഷം സ്കൂളിന് ലഭിച്ചിട്ടുണ്ട്. 2024-25 വർഷത്തെ ഡിജിറ്റൽ പ്രവർത്തന റിപ്പോർട്ട്. പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന സമ്പ്രദായം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ നവോത്ഥാന നായകൻ. കേരളത്തിൽ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെയും സ്ഥാപക മാനേജർ അന്തോണീസ് അച്ഛനെയും സ്മരിച്ചുകൊണ്ട് വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂളിന്റെ 2024-25 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോ സിഞ്ചനാനിയിൽ പിതാവും ബഹുമാനപ്പെട്ട കോർപ്പറേറ്റ് മാനേജർ റെവറൻഡ് ഫാദർ ജോസഫ് വർഗീസ് പാലക്കാട്ടും നേതൃത്വം നൽകുന്ന താമരശ്ശേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ നാമധേയത്തിലുള്ള വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂളിന്റെ മാനേജർ റെവറൻഡ് ഫാദർ സജി മങ്ങരയിലാണ്.
വിദ്യാലയ പ്രവർത്തനങ്ങൾക്ക് പ്രധാനാധ്യാപകൻ ശ്രീ ജെയിംസ് ജോഷിയും സഹപ്രവർത്തകരും നേതൃത്വം നൽകി വരുന്നു. PTA പ്രസിഡന്റ് ശ്രീ അബ്ദുൽ സത്താറും MPTA പ്രസിഡന്റ് ശ്രീമതി ഭാവന വിനോദും സ്കൂൾ ലീഡർ മാസ്റ്റർ റിയോൺ പ്രവീണുമാണ്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ LP ബിൽഡിംഗിന്റെ ഫ്ലോർ ടൈൽസ് ഇട്ടു. മുറ്റത്ത് ഇന്റർലോക്ക് പതിപ്പിച്ചു. ബിൽഡിംഗിന്റെ പെയിന്റിംഗ് നടത്തി മനോഹരമാക്കി. അധ്യാപകർക്കായി ഏകദിന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ ശ്രീ PN അജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവേശനോത്സവം 2024-25 വർഷത്തെ പ്രവേശനോത്സവ പരിപാടികൾ ബഹുമാനപ്പെട്ട തിരുവമ്പാടി MLA ശ്രീ ലിൻഡോ ജോസഫ് നിർവഹിച്ചു. നവാഗതർക്കൊപ്പം ഏഷ്യാ കപ്പ് നേടിയ ഇന്ത്യൻ ടീം അംഗങ്ങളായ പൂർവ്വ വിദ്യാർത്ഥികളെയും പരിശീലകരെയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്കൂളിലേക്ക് ആനയിച്ചു. സ്വീകരണ യോഗത്തിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകി. തുടർന്ന് MLA ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ വൃക്ഷത്തൈ നട്ടു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം വൃക്ഷത്തൈ നട്ടുകൊണ്ട് സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ സജി മങ്ങരയിൽ അച്ഛൻ നിർവഹിച്ചു. വിദ്യാലയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കോർപ്പറേറ്റ് മാനേജരും സ്കൂൾ മാനേജരും വിദ്യാലയം സന്ദർശിച്ചു. ജൂൺ 13 പേ പിഴവാദക്കെതിരെ സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പെൻ ബോക്സ് ചാലഞ്ച്. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാൻ അവസരം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി പെൻ ബോക്സ് ചാലഞ്ച് പദ്ധതി ആരംഭിച്ചു. ശേഖരിച്ച പേനകൾ ഹരിതസേനയ്ക്ക് കൈമാറി. ജൂൺ 19 വായനാ വാരാചരണ പരിപാടികളുടെ ഉദ്ഘാടനം എഴുത്തുകാരൻ ശ്രീ പുത്തൂർ ഇബ്രാഹിം കുട്ടി മാസ്റ്റർ നിർവഹിച്ചു. ആട്ടവും പാട്ടും നാടൻ പാട്ട് ശില്പശാലയ്ക്ക് സംഗീതാധ്യാപിക ശ്രീനിഷ വിനോദ് നേതൃത്വം നൽകി. സ്കൂളിൽ സംഗീത ക്ലാസ് ആരംഭിച്ചു. ജൂൺ 20 നടന്ന വർണ്ണോത്സവം ചിത്രകലാ ക്യാമ്പിന്റെ ഉദ്ഘാടനം മുക്കം MAM അധ്യാപക പരിശീലന കേന്ദ്രം പ്രിൻസിപ്പാൽ ശ്രീ അബ്ദുൽ റഷീദ് നിർവഹിച്ചു. ചിത്രകലാ ക്യാമ്പിന് ശ്രീ ജെജി കോടഞ്ചേരി നേതൃത്വം നൽകി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗ പരിശീലന ക്ലാസുകൾ ആരംഭിച്ചു. യോഗ ട്രെയിനർ ശ്രീമതി ശരണ്യ K നേതൃത്വം നൽകി. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനത്തിൽ ബോധവൽക്കരണ ക്ലാസും റാലിയും സംഘടിപ്പിച്ചു. വായനാ വാരാഘോഷ പരിപാടികളുടെ ഭാഗമായി ഡിജിറ്റൽ പതിപ്പ് തയ്യാറാക്കി. അമ്പലത്തിങ്ങൽ കുലിക്കപ്ര യുവശക്തി സ്വയം സഹായ സംഘം സ്കൂളിന് സൗജന്യ പഠനോപകരണങ്ങൾ നൽകി. വിദ്യാവനം പുരസ്കാരം. വിദ്യാവന പദ്ധതി ഏറ്റെടുത്ത് മികച്ച രീതിയിൽ നടപ്പിലാക്കിയതിന് വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിന് വിദ്യാവന പുരസ്കാരം ലഭിച്ചു. വനമന്ത്രി ശ്രീ AK ശശീന്ദ്രനിൽ നിന്നും പ്രധാന അധ്യാപകനും വിദ്യാർത്ഥികളും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. വിദ്യാലയ അങ്കണത്തിൽ പച്ചപ്പ് സൃഷ്ടിക്കുന്നതിനും വിദ്യാർത്ഥികളിൽ കാർഷികാഭിമുഖ്യം വളർത്തുന്നതിനുമായി ചോളം കൃഷി ആരംഭിച്ചു. വിത്തിടിയിൽ ഉദ്ഘാടനം മുക്കം കൃഷി ഓഫീസർ ശ്രീമതി ടെൻസി ടോം നിർവഹിച്ചു. പച്ചക്കറി കൃഷി. വിപുലമായ പച്ചക്കറി കൃഷിയുടെ വിത്തിടിയിൽ ഉദ്ഘാടനം പാചക തൊഴിലാളികളായ ഗിരിജയും പാർവതിയും ചേർന്ന് നിർവഹിച്ചു. പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി വിദ്യാർത്ഥികൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകി. 1ാം ക്ലാസ് വിദ്യാർത്ഥി ദക്ഷിത് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. 5B ക്ലാസ് വിദ്യാർത്ഥി ഉമറുൽ ഫാറൂഖും 5C ക്ലാസ്സിലെ ഫാത്തിമ മിൻഹയും ക്ലാസുകളിലേക്ക് പുതിയ ഫാനുകൾ സ്പോൺസർ ചെയ്തു. ജൂലൈ 2 മുതൽ 12 വരെ ക്ലാസ് PTA യോഗങ്ങൾ നടന്നു. വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. തിരുവമ്പാടി ഹൈസ്കൂൾ അധ്യാപിക ജോസ്ന ജോസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ശാന്തി നഴ്സിംഗ് കോളേജിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചാന്ദ്രദിന പരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഒളിമ്പിക്സ് പ്രഖ്യാപന ദീപശിഖയിൽ മുൻ ദേശീയ കായിക താരം സിബിത P സെബാസ്റ്റ്യൻ ദീപം തെളിയിച്ചു. വേനപ്പാറ ഉദയ ലൈബ്രറി സ്കൂളിന് കായിക ഉപകരണങ്ങൾ സമ്മാനിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി മുക്കം ഉപജില്ല വായനാ വാരാഘോഷ കയ്യെഴുത്ത് പതിപ്പ് മത്സരത്തിൽ ലിറ്റിൽ ഫ്ലവറിന് ലഭിച്ച അംഗീകാരം വിദ്യാരംഗം കൺവീനർ സ്മിത മാത്യു ടീച്ചർ
സാഹിത്യകാരൻ അഷ്റഫ് കാവിൽ നിന്നും ഏറ്റുവാങ്ങി. അൽഫോൻസ വാരാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പെരുവില്ലി സുരേഷ് ബാബു ചികിത്സാ സഹായ നിധിയിലേക്ക് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സമാഹരിച്ച പണം കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറി. 2024-25 വർഷത്തെ PTA ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടന്നു. സ്കൂൾ പാർലമെന്റ് അംഗങ്ങളുടെയും ഭാരവാഹികളുടെയും സത്യപ്രതിജ്ഞ സംഘടിപ്പിച്ചു. കർഷക ദിനത്തിൽ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ജിഷാൽ ഓമശ്ശേരി പഞ്ചായത്തിലെ മികച്ച കുട്ടി കർഷകനായി ആദരിക്കപ്പെട്ടു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കുറിച്ച് പതിപ്പ് തയ്യാറാക്കി അവതരിപ്പിച്ച 3ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് തസ്നീമിനെ അഭിനന്ദിച്ചു. അധ്യാപക ദിനാചരണം. അധ്യാപക ദിനത്തിൽ 20ലേറെ പൂർവ്വ അധ്യാപകരെ വീടുകളിൽ പോയി ആദരിക്കുന്ന ഗുരുവന്ദനം പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ കലാമേള. വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ UP സ്കൂൾ സർഗോദയം കലാമേളയുടെ ഉദ്ഘാടനം സംസ്ഥാന ഫോക്ലോർ അവാർഡ് ജേതാവ് ശ്രീനിഷ KB നിർവഹിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥിയും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായ ശ്രീ ടിജോ രാജു നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സജി മങ്ങരയിൽ പതാക ഉയർത്തി. മുൻ സൈനികരെയും സന്നദ്ധ പ്രവർത്തകരെയും ആദരിച്ചു. ഓണാഘോഷം. വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ സിസ്റ്റർ ആനി ദീപ നിർവഹിച്ചു. ഡോക്ടറേറ്റ് നേടിയ സിസ്റ്ററിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. സ്കൂൾ കലാമേളയിലെ പ്രതിഭകൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ദീപിക കളർ ഇന്ത്യ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കുള്ള മാതൃഭൂമി സീഡ് ജില്ലാതല ഹരിതജ്യോതി പുരസ്കാരം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ശ്രീ M ഉമേഷിൽ നിന്നും ഏറ്റുവാങ്ങി. SSG സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് അംഗങ്ങളുടെ സംഗമം സ്കൂളിൽ സംഘടിപ്പിച്ചു. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ഗംഗാധരൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക പഠന പിന്തുണ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്കുള്ള അറിവരങ്ങ് പരിശീലനം LSS USS പരിശീലന ക്ലാസുകൾ ആരംഭിച്ചു. ന്യൂൺമീൽ ഓഫീസർ ശ്രീ ശ്രീജിത്ത് സ്കൂളിൽ സന്ദർശനം നടത്തി വിദ്യാലയ മികവ് പ്രവർത്തനങ്ങളിൽ അഭിനന്ദനം രേഖപ്പെടുത്തി. സ്കൂൾ ഒളിമ്പിക്സ്. 2 ദിവസങ്ങളിലായി നടന്ന സ്കൂൾ കായികമേളയുടെ സമാപന യോഗം മുക്കം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ജീവൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ തല പ്രവൃത്തി പരിചയമേളയും ശാസ്ത്രമേളയും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ ആർട്സ് ഫെസ്റ്റ് 2K24 നടത്തി. ഒക്ടോബർ 2-ന് ശുചീകരണ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് JRC വിദ്യാർത്ഥികൾ നേതൃത്വം നൽകി. സ്കൂൾ കവാടത്തിന്റെ മുൻഭാഗത്തും ജൈവ വൈവിധ്യ പാർക്കിന്റെ ഭാഗത്തും PWD റോഡിന്റെ വികസനത്തിനായി സ്കൂൾ മാനേജ്മെന്റ് സ്ഥലം വിട്ടു നൽകി. വിദ്യാലയ പരിസരം മനോഹരമാക്കുന്നതിനായി സഹോദരങ്ങളായ 2 പൂർവ്വ വിദ്യാർത്ഥികൾ അസ്ലയും ആഷിക്കും ചേർന്ന് സ്കൂൾ ഭിത്തിയിൽ ചിത്രങ്ങൾ വരച്ചു നൽകി. ജൈവ വൈവിധ്യ പാർക്ക് ഉദ്ഘാടനം. വിദ്യാലയ അങ്കണത്തിൽ ജൈവ വൈവിധ്യ പാർക്കും വിദ്യാവനവും ഒരുക്കി മികച്ച മാതൃക സൃഷ്ടിക്കുകയാണ് വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ UP സ്കൂൾ. ജൈവ വൈവിധ്യ പാർക്കിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA ശ്രീ ലിൻഡോ ജോസഫ് നിർവഹിച്ചു. ബഹുമാനപ്പെട്ട കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോസഫ് വർഗീസ് പാലക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ സജി മങ്ങരയിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് ജൈവ വൈവിധ്യ പാർക്ക് ഒരുക്കുന്നതിന് നേതൃത്വം നൽകിയ പ്രധാന അധ്യാപകൻ ജെയിംസ് ജോഷി സാറിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ആശയങ്ങൾ നടപ്പിലാക്കാൻ ലക്ഷ്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പ്രധാന അധ്യാപകന് കീഴിലായി അധ്യാപകരും രക്ഷിതാക്കളും മാനേജ്മെന്റും വിദ്യാർത്ഥികളും ഒന്നിച്ചിറങ്ങുന്ന മനോഹരമായ വിദ്യാലയമാണ് ലിറ്റിൽ ഫ്ലവർ UP സ്കൂൾ എന്നതാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സംസ്ഥാന അംഗീകാരം നേടിയ 2ാം ക്ലാസ് വിദ്യാർത്ഥി അഫ്സയെയും ഓണപരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെയും സ്കൂൾ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ അസ്ല, ആഷിഖ്, റിയാസ് മാസ്റ്റർ എന്നിവരെയും ആദരിച്ചു.
PTA ജനറൽ ബോഡി മീറ്റിംഗിൽ മുൻ ഹെഡ് മാസ്റ്റർ ഹുസൈൻ മാസ്റ്റർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പ്രവൃത്തി പരിചയമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. മുക്കം ഉപജില്ല പ്രവൃത്തി പരിചയമേളയിൽ വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ ആദ്യമായി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. വിജയികളായ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സ്കൂളിൽ സ്വീകരണം നൽകി. ഉപജില്ല വിദ്യാരംഗം ശില്പശാല വേനപ്പാറ UP സ്കൂളിൽ വെച്ച് നടന്നു. ഉപജില്ലയിലെ 600-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത സർഗോത്സവം ശില്പശാലയുടെ ഉദ്ഘാടനം ഗാനരചയിതാവ് ശ്രീ A. ഉണ്ണികൃഷ്ണൻ മാസ്റ്ററും സമാപന യോഗം മുക്കം AEO ശ്രീമതി T. ദീപ്തിയും നിർവഹിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ഉപജില്ല പാചക മത്സരത്തിൽ പാചകക്കാരായ പാർവതിക്കും ഗിരിജയ്ക്കും 1ാം സ്ഥാനം ലഭിച്ചു. ഇരുവർക്കും സ്കൂളിൽ സ്വീകരണം നൽകി. ജില്ലാതല പാചക മത്സരത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് അംഗീകാരങ്ങൾ നേടിയെടുത്തു. അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ശ്രീമതി സത്യപ്രഭയും സംഘവും സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനവും വിദ്യാവനവും സന്ദർശിച്ചു. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി ചിത്രരചന മത്സരം നടത്തി. സ്കൂൾ പച്ചക്കറി കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് ഉദ്ഘാടനം സ്കൂൾ മാനേജർ റെവറൻഡ് ഫാദർ സജി മങ്ങരയിൽ നിർവഹിച്ചു. കേരള പിറവി ദിനത്തിൽ ചിത്രകലാ അധ്യാപകന്റെ നേതൃത്വത്തിൽ സ്കൂൾ ഭിത്തിയിൽ ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഭൂപടം വരച്ചു. വിദ്യാർത്ഥികളുടെ വീടുകളിലേക്കുള്ള അധ്യാപകരുടെ ഭവന സന്ദർശന പരിപാടികളുടെ ഉദ്ഘാടനം ദേശീയ ഇൻസ്പയർ അവാർഡ് ജേതാവ് അബീറ മറിയത്തിന്റെ വീട്ടിൽ വെച്ച് നടന്നു. ഉപജില്ലാ സ്കൂൾ കലോത്സവം. വേനപ്പാറ UP സ്കൂളിന് ഇരട്ട കിരീടം. കൊടിയത്തൂരിൽ വെച്ച് നടന്ന മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ UP ജനറൽ വിഭാഗത്തിലും സംസ്കൃതോത്സവത്തിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പുകൾ ലഭിച്ചത് ചരിത്ര നേട്ടമായി. LP വിഭാഗത്തിലും അറബി കലോത്സവത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഉപജില്ലാ കിരീടം നേടിയ കലാപ്രതിഭകളായ വിദ്യാർത്ഥികൾക്കും നേതൃത്വം നൽകിയ അധ്യാപകർക്കും സ്കൂളിൽ PTA നേതൃത്വത്തിൽ സ്വീകരണം നൽകി. വേനപ്പാറ, ഓമശ്ശേരി, പെരുവില്ലി എന്നീ സ്ഥലങ്ങളിൽ സ്വീകരണ ഘോഷയാത്ര സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത ഹന ഫാത്തിമ 2nd A ഗ്രേഡ്, വൈഷ്ണവ് ഹരി, മാളവിക ബിജു എന്നിവർ A ഗ്രേഡുകളും നേടിയെടുത്തു. ഹരിത വിദ്യാലയ അങ്കണമൊരുക്കി വേനപ്പാറ UP സ്കൂൾ. കൃഷിഭവന്റെ പോഷകത്തോട്ടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മികച്ച പച്ചക്കറി തോട്ടമൊരുക്കിയ സ്കൂളിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ സന്ദർശനം നടത്തി. അബാക്കസ് ജില്ലാതല മത്സരത്തിൽ 10 വിദ്യാർത്ഥികൾ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച് തൃശൂരിൽ നടന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുത്തു. നവംബർ 14-ന് ശിശുദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കോഴിക്കോട് നടന്ന സബ് ജൂനിയർ വുഷു ചാമ്പ്യൻഷിപ്പിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥി വേദികയ്ക്ക് മെഡൽ ലഭിച്ചു. 6D ക്ലാസ് വിദ്യാർത്ഥി ഐസ മുഹമ്മദ് വരച്ച ചിത്രം യൂറിക്കയിൽ ഇടം പിടിച്ചു. സ്കൂൾ വ്യക്തിത്വ വികസന ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. സിസ്റ്റർ ഗീത CMC നേതൃത്വം നൽകി. സ്കൂൾ അങ്കണത്തിൽ വിളഞ്ഞ വിവിധ വിളകളുടെ വിളവെടുപ്പുകൾ നടത്തി. വിളവെടുത്തവ സ്കൂൾ ഉച്ചഭക്ഷണ പാചകത്തിനായി ഉപയോഗപ്പെടുത്തി. DDE, മുക്കം AEO എന്നീ നിലകളിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച CC ജേക്കബ് സാർ സ്കൂൾ സന്ദർശിച്ചു. വിദ്യാലയത്തിന്റെ പ്രവർത്തന മികവിന് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തി. ഹരിത വിദ്യാലയ പരിശോധനയുടെ ഭാഗമായി മുക്കം നഗരസഭാധികാരികൾ സ്കൂൾ സന്ദർശിച്ചു. ഡിജിറ്റൽ മാഗസിൻ പ്രകാശനം ചെയ്തു. വിദ്യാലയ മികവുകളെ ഈ താളുകളിൽ കോർത്തിണക്കി തയ്യാറാക്കിയ ഡിജിറ്റൽ മാഗസിൻ പടവുകളുടെ പ്രകാശന കർമ്മം താമരശ്ശേരി കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് ഫാദർ ജോസഫ് വർഗീസ് പാലക്കാട് നിർവഹിച്ചു. എന്റെ വിദ്യാലയം ഹരിത വിദ്യാലയം. സ്കൂൾ ഹരിത വിദ്യാലയ പ്രഖ്യാപനത്തിന്റെയും ബോധവൽക്കരണ ക്ലാസിന്റെയും ഉദ്ഘാടനം മുക്കം നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ സജി മാധവൻ നിർവഹിച്ചു. ജില്ലാതല സാഹിത്യ ശില്പശാലയിൽ കാവ്യാലാപനത്തിൽ മുക്കം ഉപജില്ലയെ പ്രതിനിധീകരിച്ച് 2 ദിവസം പങ്കെടുത്ത ഹന ഫാത്തിമ മികച്ച പ്രകടനം കാഴ്ചവെച്ച് അംഗീകാരങ്ങൾ നേടി. 4ാം ക്ലാസ് വിദ്യാർത്ഥി ഡെലീഷ്യ റാബിയ വീടിന്റെ പരിസരത്ത് ചോളകൃഷി നടത്തി വിളവെടുത്തു. കുട്ടികളുടെ ഹരിതസഭ.
മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മുക്കം നഗരസഭയിൽ നടന്ന കുട്ടികളുടെ ഹരിതസഭയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച് അംഗീകാരങ്ങൾ നേടിയെടുത്തു. അന്താരാഷ്ട്ര അറബിക് ദിനാഘോഷ പരിപാടികൾ പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപകനുമായ ശ്രീ ഹാരിസ് ഹൈത്തമി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കവാടം തറക്കല്ലിടൽ. പുതുതായി നിർമ്മിക്കുന്ന സ്കൂൾ കവാടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം സ്കൂൾ മാനേജർ റെവറൻഡ് ഫാദർ സജി മങ്ങരയിൽ നിർവഹിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും പങ്കാളികളായി. കവാടത്തിന്റെ നിർമ്മാണം പൂർത്തിയാവുന്നതോടെ വിദ്യാലയത്തിന്റെ മുഖച്ഛായ മാറും. സ്കൂളിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികളും മത്സരങ്ങളും നടന്നു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചോളത്തിന്റെ വിളവെടുപ്പ് ഓമശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PK ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകാരം നേടിയ സ്കൂളിലെ 2ാം ക്ലാസ്സുകാരി ആഗ്നയാമിക്ക് സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. അവാർഡ് ജേതാവിന് സ്കൂളിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം ഡോക്ടർ MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് മഴവിൽ മനോരമ ബമ്പർ ചിരിയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച 7ാം ക്ലാസ് വിദ്യാർത്ഥി അമൽജിത്തിനെയും ഇലക്ട്രിക് ലൈറ്റ് പൊട്ടി വീണുണ്ടായ അപകടത്തിൽ നിന്നും സഹോദരിയെ രക്ഷിച്ച ഹന ഫാത്തിമയെയും മെമന്റോകൾ നൽകി ആദരിച്ചു. അഗ്നയാമിക്ക് ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ ആദരവ് ലഭിച്ചു. റിട്ടയർഡ് ജില്ലാ ജഡ്ജി ശ്രീ കൃഷ്ണൻകുട്ടി ഉപഹാരം നൽകി. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനവും വിദ്യാവനവും കൂടുതൽ പച്ചപ്പിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. UP, LP, KG ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി വ്യത്യസ്ത ഇടങ്ങളിലേക്ക് പഠനയാത്രകൾ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥി പ്രതിഭ ഹന ഫാത്തിമ സർഗോത്സവം ജില്ലാ മത്സരത്തിൽ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പും സംസ്ഥാന മത്സരത്തിൽ സെക്കൻഡ് A ഗ്രേഡും കരസ്ഥമാക്കി. മലയാള മനോരമ വായനക്കളരി മാതൃഭൂമി മധുരം മലയാളം പദ്ധതികളുടെ ഉദ്ഘാടനം തിരുവമ്പാടി മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ ബാബു പൈക്കാട്ടിൽ നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സജി മങ്ങരയിൽ അധ്യക്ഷത വഹിച്ചു. സഹവാസ ക്യാമ്പ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് JRC വിദ്യാർത്ഥികൾക്കായി ദ്വിദിന സഹവാസ ക്യാമ്പ് സ്കൂളിൽ സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം മുക്കം AEO ശ്രീമതി T ദീപ്തി നിർവഹിച്ചു. സമാപന ദിവസം വൈകിട്ട് ക്യാമ്പ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഓമശ്ശേരി അങ്ങാടിയിൽ വലിച്ചെറിയൽ മുക്ത ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളും റാലിക്ക് സ്വീകരണം നൽകി. ഗണിത പാർക്ക് ഉദ്ഘാടനം. ജൈവ വൈവിധ്യ പാർക്കിലെ ഗണിത പാർക്കിന്റെ ഉദ്ഘാടനം ഡേറ്റ് പ്രിൻസിപ്പാൾ ഡോക്ടർ അബ്ദുൾ നാസർ നിർവഹിച്ചു. സ്കൂളിന്റെ 70ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 14 സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിൽ യെല്ലോ ഹൗസ് ജേതാക്കളായി. കായികമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പുകൾ. മുക്കം നഗരസഭാതല LP കായികമേളയിൽ തുടർച്ചയായ 3ാം വർഷവും വേനപ്പാറ UP സ്കൂൾ ഓവറോൾ കിരീടം നിലനിർത്തി. 4ാം ക്ലാസ് വിദ്യാർത്ഥികളായ ആയിഷ, അഫ്നാൻ P, 2ാം ക്ലാസ് വിദ്യാർത്ഥി റാബിയ ഫിദ എന്നിവർ വ്യക്തിഗത ചാമ്പ്യന്മാരായി. മിന്നുന്ന പ്രകടനം. ഉപജില്ലാ കായികമേളയിൽ വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ UP സ്കൂൾ ഓവറോൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ആയിഷ, റാബിയ ഫിദ എന്നിവർ വ്യക്തിഗത ചാമ്പ്യന്മാരായി. കായിക കിരീടം നേടിയ ടീമിന് സ്കൂളിലും ഓമശ്ശേരിയിലും സ്വീകരണം നൽകി. നഗരസഭാ കൗൺസിലർ ശ്രീ വേണു കല്ലൂരിട്ടി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PK ഗംഗാധരൻ കായിക താരങ്ങളെ ആദരിച്ചു. ശില്പശാല. എഴുത്തുകൂട്ടം, വായനക്കൂട്ടം, ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാല കഥാകൃത്ത് ശ്രീ AV സുധാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം. 70ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആദ്യ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഉദ്ഘാടനം മുൻ പ്രധാന അധ്യാപകൻ ശ്രീ TJ ജോസ് തരണിയിൽ നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ ശ്രീ ജെയിംസ് ജോഷി അധ്യക്ഷത വഹിച്ചു. കുന്നമംഗലം BRCയുടെ LP റിസോഴ്സ് പേഴ്സണായി സേവനം ചെയ്ത
ശ്രീ എബി തോമസ് മാസ്റ്റർക്ക് കുന്നമംഗലം BRC ആദരവ് നൽകി. 11-ാം തീയതി മുക്കത്ത് നടന്ന ഉറുദു സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളും സ്കോളർഷിപ്പിന് അർഹരായി. 12-ാം തീയതി നീലേശ്വരത്ത് നടന്ന സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷയിൽ 14 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് പിന്തുണയും പ്രോത്സാഹനവുമായി നിലകൊള്ളുന്ന സ്കൂൾ മാനേജ്മെന്റ്, PTA, MPTA, SSG, പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, നാട്ടുകാർ, ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ അധികാരികൾ തുടങ്ങി ഏവരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് തുടർന്നും പിന്തുണയും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് സവിനയം അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. നന്ദി.